മേലടൂർ സർക്കാർ LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ വാർഷികാഘോഷവും നടന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിച്ച MLA VR സുനിൽകുമാർ മന്ത്രിയുടെ സന്ദേശം വായിച്ചു. ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. 2016 സർക്കാർ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. പൊതുവിദ്യാലയങ്ങൾ അടയ്ക്കുക എന്നത് സർക്കാരിൻ്റെ നയമല്ലെന്ന്, അവയെ നാടിൻ്റെ പൊതുനന്മയ്ക്കായി സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 8.5 വർഷത്തിനിടയിൽ ഈ മേഖലയിൽ 5000 കോടി രൂപ നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മെച്ചപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട്. മികച്ച ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ക്ലാസ് മുറികളും സാങ്കേതിക വിദ്യാ സൗഹൃദമായി മാറ്റിയിട്ടുണ്ട്. പല വിദ്യാലയങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനു ശേഷം ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി പ്രതിഭകൾക്കുള്ള ആദരവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2020-21 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് 104 വർഷമായി ഗ്രാമീണ ജനതയ്ക്ക് വിദ്യ പകർന്നു നൽകുന്ന സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ TK സതീശൻ, KA ഇക്ബാൽ, മഞ്ജു സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ഊക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത സജീവൻ, ലളിത ദിവാകരൻ, ആനി ആൻഡു, KK രവി നമ്പൂതിരി, ഷീജ നസീർ, ടെസി ടൈറ്റസ്, CK ഷിജു, AO KK സുരേഷ്, വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ്, PTA പ്രസിഡന്റ് AA ധനേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു.